Our next chapter, Polya. Page number 93. Let's read. In this fast-growing world, literacy is quite essential. വളരെ ഫാസ്റ്റായിട്ടുള്ള ഇന്നത്തെ ഈ ജീവിതത്തിൽ ലിറ്ററസി, അതായത് വിദ്യാഭ്യാസം, സാക്ഷരത എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ, അത്യാവശ്യം വേണ്ട ഒന്നാണ് അല്ലേ. ബട്ട് വി നോ ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ക്യാൻ നോട്ട് ഈവൻ റീഡ് ആൻഡ് റൈറ്റ്. പക്ഷെ നമ്മൾക്കറിയാം ഇപ്പോഴും കുറേ ജനങ്ങൾക്ക്, കുറേ ആളുകൾക്ക് എഴുതുവാനും വായിക്കുവാനും കഴിയാത്തവരുണ്ട്. വി മസ്റ്റ് തിങ്ക് ഓഫ് വേസ് ടു ഹെൽപ്പ് ദം. അവരെ സഹായിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കണം. ഹിയർ ഈസ് എ സ്റ്റോറി ദാറ്റ് ടെൽസ് യു അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ലിറ്ററേറ്റ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റോറി എന്താണ് പറയുന്നത്? ലിറ്ററേറ്റ് ആവുന്നതിൻ്റെ ഇമ്പോർട്ടൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയ സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ പേരാണ് പോളിയ. പോളിയ ഈസ് റിട്ടൺ ബൈ മിഖായിൽ സോസെൻകോവ്. ഇപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. പോളിയ വാസ് ആൻ ഇല്ലിറ്ററേറ്റ് വുമൺ. ഷീ കുഡ് നോട്ട് ഈവൻ റൈറ്റ് ഹെർ നെയിം. പോളിയ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. അവരുടെ പേരാണ് പോളിയോ. അവർക്ക് ഒരു ഇല്ലിറ്ററേറ്റ് വുമണാണ്. എഴുത്തും വായനയും അറിയാത്തത്, സാക്ഷരതയില്ലാത്തൊരു വുമണാണ്. ഷീ കുഡിൻറ്റ് ഈവൻ റൈറ്റ് ഹെർ നെയിം. അവർക്ക് അവരുടെ പേര് പോലും എഴുതുവാൻ അറിയില്ലായിരുന്നു. പോളിയാസ് ഹസ്ബൻഡ്, ഹവർ, വാസ് എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഒഫീഷ്യൽ. പക്ഷെ പോളിയയുടെ ഹസ്ബൻഡ് എങ്ങനെയായിരുന്നു? ഒരു ഗവൺമെൻറ് ഒഫീഷ്യലാണ്, ഒരു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഒഫീഷ്യലായിരുന്നു. He had once been a simple peasant, but 5 years in the city had taught him a lot, not only how to write his name, but also how to be a successful officer. എന്താണ് പറഞ്ഞേ? He had once been a simple peasant. അദ്ദേഹം പണ്ട് എങ്ങനെയായിരുന്നു? കുറച്ച് നാൾ മുൻപ് വരെ അദ്ദേഹം ഒരു പാവപ്പെട്ടൊരു കൃഷിക്കാരനായിരുന്നു. But 5 years in the city had taught him a lot, not only how to write his name, but also how to be a successful officer. അദ്ദേഹം കുറച്ചു കാലം സിറ്റിയിൽ താമസിച്ചു, ഏകദേശം 5 years. അത്ര സമയം ആ സിറ്റിയിൽ താമസിച്ചിരുന്നപ്പോൾ അദ്ദേഹം എന്തൊക്കെ പഠിച്ചു? എങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് എഴുതാം. അതായത് അദ്ദേഹത്തിന് അത്ര പോലും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ആ ഒരു 5 yearsനുള്ളിൽ അദ്ദേഹം പഠിച്ചു. എന്തായി? ഒരു സക്സസ്ഫുൾ ഓഫീസറായി മാറി. However, he was not very happy to have an illiterate wife. എന്നിരുന്നാൽ അദ്ദേഹത്തിന് എല്ലാവരെയും പോലെ, അതായത് വൈഫിന് വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത്ര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നില്ല. പോളിയ, യു ought to at least learn how to write your name, he used to say to his wife. അപ്പോൾ അദ്ദേഹം എന്നും അദ്ദേഹത്തിൻ്റെ വൈഫിനോട് പറയും, പോളിയ, നീ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് നിൻ്റെ പേരെങ്കിലും എഴുതാനായിട്ട് നീ പഠിക്കണം. മൈ ലാസ്റ്റ് നെയിം ഈസ് ആൻ ഈസി വൺ. എൻ്റെ പേരിൻ്റെ അവസാനം ഈസിയാണ്. ടു ദ സിലബിൾസ് കുച്ച്കിൻ ആൻഡ് സ്റ്റിൽ യു കാൺട്ട് റൈറ്റ് ഇറ്റ്. ഐ വിഷ് യു ഹാഡ് ലേൺ. അതായത് അറ്റ്ലീസ്റ്റ് എൻ്റെ പേരിൻ്റെ ലാസ്റ്റ് സിലബിൾസ് വളരെ സിമ്പിളാണ്, കുച്ച്കിൻ. അതെങ്കിലും നീ എഴുതുവാനായിട്ട് പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു. പോളിയ യൂസ്ഡ് ടു വേവ് ഇറ്റ് എസൈഡ്. അദ്ദേഹം അങ്ങനെ പറയുന്നതൊന്നും പോളിയ കാര്യമാക്കാറില്ല. ദർ ഈസ് നോ യൂസ് ഇൻ മൈ ട്രൈങ് ടു ലേൺ ഇറ്റ് നൗ ഐവാൻ, ഷി വുഡ് ആൻസർ. പോളിയ എന്താണ് പറയാറ്? ദർ ഈസ് നോ യൂസ് ഇൻ മൈ ട്രൈങ് ടു ലേൺ ഇറ്റ് നൗ. ഞാൻ ഇനി പഠിക്കുക എന്നുള്ളത് ഒരു കാര്യമില്ല, ഞാൻ ഇനി പഠിച്ചിട്ട്. ഐവാൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? പോളിയയുടെ ഹസ്ബൻഡിൻ്റെ പേരെന്താ? ഐവാൻ. ഷി വുഡ് ആൻസർ. ഐവാനോട് ഇപ്പോൾ പോളിയ പറയാണ്, ഇനി ഞാൻ എഴുതുവാനൊന്നും പഠിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. ഞാൻ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. മൈ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് സ്റ്റിഫ്. എൻ്റെ വിരലുകളൊക്കെ എങ്ങനെയാണ്? സ്റ്റിഫാണ്. ഇനി എഴുതാൻ പഠിക്കാനൊന്നും പറ്റില്ല.
വൈ ഷുഡ് ഐ ട്രൈ ടു റൈറ്റ് നൗ? ഇങ്ങനെയുള്ള പിന്നെ ഞാൻ എന്തിനാണ് എഴുതാനൊക്കെ പഠിക്കുന്നത്? ലെറ്റ് ദ യങ് വൺസ് ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം, അവരോട് പറയാം പഠിക്കാനായിട്ട്. Polia's husband was a terribly busy man and did not have the time to argue with his wife, so he kept his mouth shut. പോളിയയുടെ ഹസ്ബൻഡ് എങ്ങനെയുള്ള ആളാണ്? വളരെ ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അധികം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതൊക്കെ കേൾക്കുമ്പോൾ വായടച്ച് പോകും. But one day, Ivan Nikolaevich Kuchkin did bring home a special little book. അദ്ദേഹത്തിൻ്റെ പേര് കണ്ടില്ലേ? ഐവാൻ നിക്കോളാവിച്ച് കുച്ച്കിൻ. അതാണ് പോളിയയുടെ ഹസ്ബൻഡിൻ്റെ പേര്. അദ്ദേഹം എന്താ ചെയ്തത്? ഒരു ദിവസം ഒരു സ്പെഷ്യൽ ബുക്ക്, ഒരു ചെറിയൊരു ബുക്ക് കൊണ്ടുവന്നു. ഹിയർ പോളിയ, he said, it is the latest teach yourself Russian, which is based on up-to-date methods. I am going to show you how to use it. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒരു ബുക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഹിയർ പോളിയ, ഹി സെഡ്, പോളിയോട് പറയാണ്, ഇറ്റ്സ് ദ ലേറ്റസ്റ്റ് ടീച്ച് യുവർ സെൽഫ് റഷ്യൻ. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് റഷ്യൻ പഠിക്കാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് പറ്റും അങ്ങനെയുള്ളൊരു ബുക്കാണ്. അതെങ്ങനെയാണ്? അപ് ടു ഡേറ്റ് മെത്തേഡ്സ് ആണ്. അതായത് ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പഠിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള വഴി, ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മെത്തേഡ്സൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ബുക്കാണ്. ഐ എം ഗോയിങ് ടു ഷോ യു ഹൗ ടു യൂസ് ഇറ്റ്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് അദ്ദേഹം പോളിയയുടെ അടുത്ത് പറഞ്ഞു. പോളിയ ഗേവ് എ ക്വൈറ്റ് ലോഫ്, took the book in her hand, turned it over and hid it in the cupboard as if it to say, let it be there, maybe our grandchildren will have some use for it. പോളിയ എന്താ ചെയ്തത്? പോളിയ ഗേവ് എ ക്വൈറ്റ് ലോഫ്, സൈലൻ്റ് ആയിട്ടൊന്ന് ചിരിച്ചു. took the book in her hand, അങ്ങനെ ബുക്ക് അവളുടെ കയ്യിലേക്ക് വാങ്ങി. turned it over, അതൊന്ന് മറച്ചു നോക്കി. and hide it in the cupboard, അങ്ങനെ അത് കബോർഡിലേക്ക് വെച്ചു. അതിന് ശേഷം ആസ് ഇഫ് ടു സേ ലെറ്റ് ഇറ്റ് ബി ദർ, ഇത് ഇവിടെ ഇരിക്കട്ടെ എന്നുള്ള ഭാഗത്തിന് അവിടെ വെച്ചു. മേ ബി അവർ ഗ്രാൻഡ് ചിൽഡ്രൻ വിൽ ഹാവ് സം യൂസ് ഫോർ ഇറ്റ്, ഒരു പക്ഷേ നമ്മുടെ ചെറിയ ഗ്രാൻഡ് ചിൽഡ്രൻസിന് ഇത് ഉപകാരപ്പെട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചു. വൺ ഡേ പോളിയ സാറ്റ് ഡൗൺ ടു വർക്ക്, ഒരു ദിവസം പോളിയ താഴെ അവിടെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാണ്. ഷീ ഹാഡ് ടു മെൻഡ് എ ജാക്കറ്റ് ഫോർ ഇവാൻ. ഇപ്പോൾ ഒരു ദിവസം പോളിയ അവിടെ താഴെ ഇരുന്ന് അവളുടെ വർക്ക് ചെയ്യായിരുന്നു. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ദ സ്ലീവ് വാസ് ടോൺ. അപ്പോൾ ഐവാൻ്റെ ജാക്കറ്റിൻ്റെ സ്ലീവ്, അതായത് ആ കൈ, ഷർട്ടിൻ്റെ കൈ, കുപ്പായത്തിൻ്റെ കൈ കീറിയിട്ടുണ്ടായിരുന്നു. സോ പോളിയ സാറ്റ് ഡൗൺ അറ്റ് ദ ടേബിൾ, took up her needle and put her hand under the jacket. She heard something rustling. അങ്ങനെ ഐവാൻ്റെ ഷർട്ടിൻ്റെ, അതായത് ജാക്കറ്റിൻ്റെ കൈ സ്ലീവ് കീറിയത് തുന്നാനായിട്ട് നീഡിലൊക്കെ എടുത്ത് തുന്നാൻ പോവായിരുന്നു. അപ്പോൾ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു സൗണ്ട്, എന്തോ ഒന്ന്, ഒരു കടലാസൊക്കെ ഇങ്ങനെ കൈയിടുമ്പോൾ കടലാസ് അനങ്ങില്ലേ, അതുപോലൊരു സൗണ്ട് അവൾ കേട്ടു. മേ ബി ദർ ഈസ് മണി ഇൻ ദ പോളിയ തോട്ട്. പോളിയ അപ്പം എന്നിട്ട് ചിന്തിച്ചേ, ഇതിൽ ചിലപ്പോൾ പൈസ ഉണ്ടായിരിക്കാം. ഷീ ലുക്ക്ഡ് ഇൻസൈഡ് ആൻഡ് ഫൗണ്ട് എ ലെറ്റർ. അവൾ അതിൻ്റെ ഉള്ളിൽ നോക്കി. എന്താ കണ്ടേ? ഒരു ലെറ്റർ കണ്ടു. ഇറ്റ് വാസ് എ നൈസ് ക്ലീൻ വൺ. അത് വളരെ ഭംഗിയുള്ളത്, അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിരുന്നു. വിത്ത് എ നീറ്റ് ഹാൻഡ് റൈറ്റിംഗ്, നല്ല ഭംഗിയിൽ എഴുതിയിട്ടുള്ളൊരു ലെറ്റർ ആയിരുന്നു അത്. ദ പേപ്പർ സ്മെൽഡ് ഓഫ് പെർഫ്യൂം. പേപ്പർ എങ്ങനെയാണ്? അത് തുറന്നപ്പോൾ എങ്ങനെയാണ്? ഒരു പെർഫ്യൂമിൻ്റെ മണമുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ഇൻ എ ബ്ലൂ എൻവലപ്പ്. അതൊരു ബ്ലൂ എൻവലപ്പിൻ്റെ അകത്തായിരുന്നു. പോളിയ ബിക്കം പെയിൽ. ഇതൊക്കെ കണ്ടപ്പോൾ പോളിയ ആകെ വിളറി. വാസ് ഐവാൻ ഇൻ ലവ് വിത്ത് അനദർ വുമൺ? അപ്പോൾ പോളിയ എന്താ ചിന്തിക്കുന്നത്? ഐവാന് വേറെ ഏതെങ്കിലും സ്ത്രീയുമായിട്ട് പ്രണയത്തിലാണോ എന്ന് വരെ പോളിയ ചിന്തിച്ചു. വാസ് ഹി എക്സ്ചേഞ്ചിങ് ലവ് ലെറ്റേഴ്സ് വിത്ത് വെൽ എഡ്യൂക്കേറ്റഡ് ലേഡീസ് ആൻഡ് മേക്കിംഗ് ഫൺ ഓഫ് ദിസ് പുവർ ഇല്ലിറ്ററേറ്റ് വൈഫ്? ഇനി ഐവാൻ വിദ്യാഭ്യാസമുള്ള മറ്റ് സ്ത്രീകളുമായി ലവ് ലെറ്റർ കൈമാറിക്കൊണ്ട് വിദ്യാഭ്യാസമില്ലാത്ത എന്നെ പറ്റിക്കുകയാണോ എന്ന് വരെ
ആര് ചിന്തിച്ചു? പോളിയ ചിന്തിച്ചു. പോളിയ ലുക്ക്ഡ് അറ്റ് ദ എൻവലപ്പ്, ടുക്ക് ഔട്ട് ദ ലെറ്റർ ആൻഡ് അൺഫോൾഡഡ് ഇറ്റ്. പോളിയ എന്ത് ചെയ്തു? ലെറ്റർ കവറിൻ്റെ ഉള്ളിൽ നിന്ന്, എൻവലപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ലെറ്റർ പുറത്തേക്ക് എടുത്തു. ആൻഡ് അൺഫോൾഡഡ് ഇറ്റ്, അതിങ്ങനെ തുറന്നു. ബട്ട് സിൻസ് ഷീ വാസ് ഇല്ലിറ്ററേറ്റ് ഹൗ കുഡ് ഷീ റീഡ് ഇറ്റ്. പക്ഷെ അവൾക്ക് എങ്ങനെയാണ്? എഴുതാനും വായിക്കാനും അറിയില്ല അല്ലേ? ഇല്ലിറ്ററേറ്റ് ആണ്. ഹൗ കുഡ് ഷീ റീഡ്, എങ്ങനെ അവൾ വായിക്കും? ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹെർ ലൈഫ് പോളിയ വാസ് സോറി ദാറ്റ് ഹി ഹാഡ് നോട്ട് ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ട് പോളിയയ്ക്ക് എന്ത് തോന്നി? വായിക്കാനും എഴുതാനും പഠിക്കാത്തതിൽ വളരെ ഒരു കുറ്റബോധം അവൾക്ക് തോന്നി. ഈവൻ ദോ ഇറ്റ് ഈസ് സംബഡി എൽസ് ലെറ്റർ, ഷീ തോട്ട്, ഐ ഹാവ് ഗോട്ട് ടു നോ വാട്ട് ഈസ് ഇൻ ഇറ്റ്. മേ ബി ഇറ്റ് വിൽ ചേഞ്ച് മൈ ഹോൾ ലൈഫ്. അപ്പോൾ പോളിയെ ചിന്തിക്കുകയാണ്, ഇത് മറ്റൊരാളുടെ ലെറ്ററാണ്. പോളിയെ ചിന്തിക്കുകയാണ്, ഇത് മറ്റൊരാളുടെ ലെറ്ററാണ്. ഐ ഹാവ് ഗോട്ട് ടു നോ വാട്ട് ഈസ് ഇൻ ഇറ്റ്. പക്ഷെ എനിക്കറിയണം ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്. മേ ബി ഇറ്റ് വിൽ ചേഞ്ച് മൈ ഹോൾ ലൈഫ്. ഒരു പക്ഷേ ഇത് എൻ്റെ ജീവിതം മൊത്തം മാറ്റിയേക്കാം. മേ ബി ഐവാൻ ലവ്സ് അനദർ വുമൺ. ഐവാൻ വേറൊരു വുമണെ സ്നേഹിക്കുകയാണെങ്കിൽ മേ ബി ഐ വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ദ കൺട്രി ആൻഡ് വർക്ക് ആസ് എ പെസൻറ്റ്. ഞാൻ വീണ്ടും ഗ്രാമത്തിൽ പോയി എങ്ങനെ ജീവിക്കണം? ഒരു കൃഷിക്കാരിയായി ജീവിക്കേണ്ടി വരുമായിരിക്കും. ഇതൊക്കെ ആര് ചിന്തിക്കുകയാണ്? പോളിയെ ചിന്തിക്കുകയാണ്. പോളിയ സ്റ്റാർട്ടഡ് ടു ക്രൈ. പോളിയ കരയാൻ തുടങ്ങി. ആൻഡ് ബിഗാൻ തിങ്കിങ് അബൌട്ട് ഹൗ ഐവാൻ സീംഡ് ടു ഹാവ് ചേഞ്ച്ഡ് ലേറ്റ്ലി. പോളിയ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഇവാൻ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ വ്യത്യാസമാണ് ഐവാനിൽ വന്നിരിക്കുന്നതെന്ന് പോളിയ ചിന്തിക്കാൻ തുടങ്ങി. ഹി സീംഡ് ടു ബി ടേക്കിംഗ് മോർ കെയർ ഓഫ് ഹിസ് മൊസ്റ്റാഷ് ആൻഡ് ഹിസ് ക്ലോത്ത്സ്. ഈ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മീശയൊക്കെ നന്നായി മിനുക്കി ഡ്രസ്സിങ്ങിലൊക്കെ വളരെയധികം ശ്രദ്ധ ചെലുത്തിയതായിട്ട് പോളിയ ഓർത്തു. പോളിയ സാറ്റ് ലുക്കിംഗ് അറ്റ് ദ ലെറ്റർ. പോളിയ വീണ്ടും ആ ലെറ്ററിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷീ കെപ്റ്റ് ക്രൈയിങ് ആൻഡ് സ്നിഫിങ്. അവൾ കരയാൻ തുടങ്ങി, മൂക്ക് ചീറ്റാൻ തുടങ്ങി. ബട്ട് ഷീ കുഡ് നോട്ട് റീഡ് ഇറ്റ് അറ്റ് ഓൾ. പക്ഷെ അവൾക്കത് വായിക്കാൻ കഴിഞ്ഞില്ല. ടു ഷോ ഇറ്റ് ഈസ് സംവൺ എൽസ് വുഡ് ബി അൺതിങ്കബിൾ. ഇത് മറ്റൊരാളെ കൊണ്ട് വായിപ്പിക്കാമെന്ന് വെച്ചാലോ അത് ആലോചിക്കാൻ പോലും കഴിയില്ല. പോളിയ ഹൈഡ് ദ ലെറ്റർ ഇൻ ഹെർ കബോർഡ്. പോളിയ ലെറ്റർ കബോർഡിൽ എടുത്തു വെച്ചു. ഫിനിഷ്ഡ് സീയിങ് ദ ജാക്കറ്റ് ആൻഡ് വെയിറ്റഡ് ഫോർ ഇവാൻ ടു കം ഹോം. അങ്ങനെ ഇവാൻ്റെ ജാക്കറ്റ് കീറിയതൊക്കെ തുന്നിക്കഴിഞ്ഞു. ഇവാൻ വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അവളുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഇവാൻ വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. വെൻ ഹി റിട്ടേൺ പോളിയ ഡിഡ് നോട്ട് ലെറ്റ് ഹിം നോ ദാറ്റ് എനിത്തിങ് ഹാഡ് ഹാപ്പൻഡ്. അങ്ങനെ ഇവാൻ തിരിച്ചു വന്നു. പക്ഷേ പോളിയ ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. On the contrary, in a calm and even voice, she told her husband that she had nothing against doing a little studying and that she was fed up with being an ignorant, illiterate peasant. അപ്പോൾ എന്താണ് പോളിയ ഹസ്ബൻഡിനോട് പറഞ്ഞത്? എനിക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ പഠിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇല്ലിറ്ററേറ്റ് ആയിട്ട് ഇഗ്നോറൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു കൃഷിക്കാരി എന്ന നിലയിൽ ഇരിക്കുന്നത് എനിക്ക് കുറച്ച് മനസ്സിൽ കുത്തൊക്കെ വന്നു തുടങ്ങിയെന്ന് ഐവാനോട് പോളിയ പറഞ്ഞു. ഐവാൻ നിക്കോളാവിച്ച് വാസ് ഓവർജോയ്ഡ് ടു ഹിയർ ഇറ്റ്. ഐവാൻ ഇത് കേട്ടപ്പോഴോ വളരെയധികം സന്തോഷമായി. ദാറ്റ് ഈസ് ജസ്റ്റ് ഫൈൻ ഹി സെഡ്. അത് വളരെ നല്ല കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, അത് വളരെ നല്ല കാര്യമാണ്. ഐ മൈസെൽഫ് വിൽ ടീച്ച് യു ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. ഞാൻ തന്നെ നിനക്ക് പഠിപ്പിച്ചു തരാം, എങ്ങനെയാണ് എഴുതേണ്ടതെന്നും വായിക്കേണ്ടതെന്നും ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് ഐവാൻ പറഞ്ഞു. ഓൾ റൈറ്റ്, ഗോ അഹെഡ് സെഡ് പോളിയ ആസ് ഷീ സ്റ്റെയർഡ് ഫിക്സഡ്ലി അറ്റ് ഐവാൻസ് ക്ലിപ്ഡ് ലിറ്റിൽ മൊസ്റ്റാഷ്. അപ്പോൾ പോളിയ പറയാണ്, ഓൾ റൈറ്റ് വാ നമുക്ക് പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പോളിയ എന്ത് ചെയ്യണേ അങ്ങനെ പറഞ്ഞുകൊണ്ട് തുറിച്ചു നോക്കുകയാണ്. എവിടേക്ക്? ഐവാൻ്റെ മൊസ്റ്റാഷിലേക്ക്, മീശയിലേക്ക്. എങ്ങനെയാ വെട്ടി നല്ല ഭംഗിയിൽ വെച്ചിരിക്കുകയാണ്, അതിലേക്ക് നോക്കുകയാണ്.
അതിലേക്ക് നോക്കിക്കൊണ്ടാണ് പറയുന്നത്. For 2 silent months, പോളിയ സ്റ്റഡീഡ് എവറി ഡേ. അങ്ങനെ 2 മാസങ്ങളായി പോളിയ എന്നും പഠിക്കും. She patiently put together the words, learned to form the letters and memorized sentences. അപ്പോൾ അവൾ ഇങ്ങനെ ലെറ്റേഴ്സ് പഠിച്ചു, കൂട്ടി വെച്ച് വാക്കുകൾ ഉണ്ടാക്കി, അങ്ങനെ വാക്കുകൾ സെൻറ്റൻസുകളാക്കി അത് ഓർത്തെടുക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എവറി ഈവനിങ് ഷീ ടുക്ക് ദ treasured letter out of the cupboard and tried to find out its secret meaning, but it was no easy job. എന്നപ്പോൾ അവൾ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ലെറ്റർ എടുത്ത് എന്നും വായിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ജോബ്. അതൊരു ഈസി ആയിട്ടുള്ളൊരു പണിയല്ല. അവൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ, അപ്പോൾ അവൾക്കത് പറ്റാറില്ല. അങ്ങനെ 3-ാമത്തെ മാസമായി. ഇറ്റ് വാസ് ദ 3rd month ബിഫോർ പോളിയ ലേൺ ഹൗ ടു റീഡ്. അങ്ങനെ പോളിയ വായിച്ച് പഠിച്ചിട്ട് തുടങ്ങിയിട്ട് എത്ര മാസമായി? 3-ാമത്തെ മാസം. വൺ മോർണിംഗ് വെൻ ഐവാൻ നിക്കോളാവിച്ച് ഹാഡ് ഗോൺ ഓഫ് ടു വർക്ക്. അങ്ങനെ അദ്ദേഹം പോളിയയുടെ ഹസ്ബൻഡ് ജോലിക്ക് പോയി. പോളിയ ടുക്ക് ദ ലെറ്റർ ഔട്ട് ഓഫ് ദ കബോർഡ് ആൻഡ് സ്റ്റാർട്ടഡ് റീഡിങ് ഇറ്റ്. ആ സമയത്ത് പോളിയ ലെറ്റർ പുറത്തെടുത്ത് കബോർഡിൽ നിന്ന് വായിക്കാൻ തുടങ്ങി. It was hard for her to understand the small handwriting, but the slightest scent of perfume from the paper pushed her on. The letter was addressed to Ivan Nikolaevich. പക്ഷെ അവൾക്ക് ആ ലെറ്റർ എഴുതിയിരിക്കുന്നത് വളരെ സ്മോളായിട്ട്, വളരെ ചെറിയ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. അത് അങ്ങോട്ട് വായിച്ചെടുക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതിലത്തെ ആ ലെറ്റർ തുറക്കുമ്പോഴുള്ള ആ പെർഫ്യൂമിൻ്റെ സ്മെല്ല് അവളെങ്ങനെ പുഷ് ചെയ്തു. ആ സ്മെല്ല് കേൾക്കുമ്പോൾ അവൾ അങ്ങോട്ട് വായിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അവൾ വായിക്കുകയാണ്. ദ ലെറ്റർ വാസ് അഡ്രസ്ഡ് ടു ഐവാൻ നിക്കോളാവിച്ച്. അപ്പോൾ ഐവാൻ നിക്കോളാവിച്ചിന് വന്നിരിക്കുന്ന അവളുടെ ഹസ്ബൻഡിന് വന്നിരിക്കുന്ന ലെറ്ററാണത്. ഇനി ലെറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ആ ലെറ്ററാണ് പറയുന്നത്. ഡിയർ ഫ്രണ്ട്, ഐ ആം സെൻഡിങ് യു ദ ബുക്ക് ഐ പ്രോമിസ്ഡ്. ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് ഞാൻ ആ ബുക്ക് അയച്ചു തരാണ്. I think that your wife should be able to learn how to read in 2 or 3 months. ഞാൻ ചിന്തിക്കുന്നു ഈ ഒരു 1-2-3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വൈഫ് എന്തായാലും എഴുതുവാനും വായിക്കുവാനും പഠിക്കും. പ്രോമിസ് മീ ഓൾഡ് ബോയ് ദാറ്റ് യു വിൽ മേക്ക് ഹെർ ഡു ഇറ്റ്. നീ എനിക്ക് പ്രോമിസ് ചെയ്യണം, കാരണം അവളെ നീ പഠിപ്പിക്കുമെന്ന് നീ എനിക്ക് പ്രോമിസ് ചെയ്യണം. എക്സ്പ്ലെയിൻ ടു ഹെർ, മേക്ക് ഹെർ ഫീൽ ഹൗ ഡിസ്ഗസ്റ്റിംഗ് ഇറ്റ് ഈസ് ടു ബി ആൻ ഇല്ലിറ്ററേറ്റ് വുമൺ. അവളോട് നീ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എങ്ങനെ ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വുമൺ ബാക്കിയുള്ളവർക്ക് ഡിസ്കസിങ് ഒരു അരോചകമായി മാറുമെന്നുള്ളത് നീ അവൾക്ക് പറഞ്ഞു കൊടുക്കണം. മേക്ക് ഷുവർ യു ഡോണ്ട് ഫോർഗെറ്റ് ടു ടീച്ച് ഹെർ ടു റീഡ് ആൻഡ് റൈറ്റ് ഇവാൻ നിക്കോളാവിച്ച്. അതായത് ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, ഒരു കാര്യം ഉറപ്പ് വരുത്തണം, നിൻ്റെ പേരെങ്കിലും നീ അവളെ കൊണ്ട് എഴുതുവാൻ പഠിപ്പിക്കണം. വിത്ത് ഗ്രീറ്റിംഗ്സ് മരിയ. അപ്പോൾ ഇത് മരിയ എന്ന് പറയുന്ന ഐവാൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയതാണ്. ഇതാണ് ലെറ്റർ. പോളിയ റീഡ് ദിസ് ലെറ്റർ ത്രൂ ടോയ്സ്. 2 പ്രാവശ്യം പോളിയ ഇത് വായിച്ചു. ദെൻ പ്രസ്സിങ് ഹെർ ലിപ്സ് ടുഗദർ സാഡ്ലി. ചുണ്ടുകൾ ഇങ്ങനെ ഇറുക്കി പിടിച്ചു വിഷമത്തിൽ. ആൻഡ് ഫീലിംഗ് സംഹൗ സീക്രറ്റ്ലി ഇൻസൾട്ടഡ് ഷീ ബോസ്റ്റ് ഇൻ 2 tears. അപ്പോൾ മരിയ എന്ന് പറയുന്ന അവർ ഭർത്താവിനോട്, അവളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് അല്ലേ ഇത്. ഒരു ഇല്ലിറ്ററേറ്റ് വുമൺ എത്രത്തോളം ബാക്കിയുള്ളവർക്ക് വളരെ ചീത്തയായിരിക്കും, എത്രത്തോളം അവർക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പറയുന്ന ഒരു ലെറ്ററാണ്. അത് ഇവൾ വായിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വൈഫിന് വരുന്ന അതേ ഫീലിങ്സ് ഇവൾക്ക് വളരെയധികം വിഷമമായി. ചുണ്ടുകളൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ച് കരയാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ കണ്ണീരൊക്കെ വന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ബേസിക് നീഡാണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ബേസിക് നീഡ്സിൽ പെടുന്ന ഒന്നാണ്.